യൂറോപ്പിലെ ഏറ്റവും വലിയ ന്യൂക്ലിയർ പവർ പ്ലാന്റായ സപ്രോഷയും റഷ്യൻ കമ്പനികളെയും വ്യക്തികളെയും അമേരിക്ക കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 6 റിയാക്ടറുകളുള്ള സപ്രോഷെ ന്യൂക്ലിയർ പ്ലാന്റ് 2022 മാർച്ച് മുതൽ റഷ്യൻ നിയന്ത്രണത്തിലാണുള്ളത്. യുക്രൈനിലുള്ള സപ്രോഷെ റീജിയൻ ഒരു ഹിതപരിശോധന നടത്തി റഷ്യയിൽ ചേരുകയായിരുന്നു. ഈ ന്യൂക്ലിയർ പ്ലാന്റ് ഇപ്പോൾ റഷ്യയുടെ ഭാഗമാണെങ്കിലും പവർ പ്ലാന്റ് ഇപ്പോഴും അറിയപ്പെടുന്നത് എനർഗോഡോ യുക്രൈൻ എന്ന വിലാസത്തിലാണ്. എണ്ണക്കമ്പനികൾക്കും ന്യൂക്ലിയർ പവർ പ്ലാന്റിനും അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധത്തെ തുടർന്ന് റഷ്യയുടെ വരുമാനത്തിൽ ഇടിവുണ്ടാകുമെന്ന് അമേരിക്കൻ ട്രഷറി ഡെപ്യൂട്ടി സെക്രട്ടറി വാലി അഡേയമോ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അമേരിക്കയുടെ ഈ നടപടികൾ ആയുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ സാധനങ്ങൾ വാങ്ങാനുള്ള റഷ്യയുടെ ഫണ്ടിൽ ഇടിവ് വരുത്തുമെന്നും വാലി അഡേയമോ വാദിക്കുന്നുണ്ട്. നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ഉള്ളപ്പോഴാണ് ബൈഡൻ ഭരണകൂടത്തിന്റെ തിടുക്കത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു നീക്കം. എന്നാൽ റഷ്യ യുക്രൈൻ ശത്രുത അവസാനിപ്പിക്കാൻ വേഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് ട്രംപ് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം അമേരിക്കൻ ഉപരോധവും കമ്പനിയുടെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയതുമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി സപ്രോഷെ ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ സുരക്ഷിതമായ പ്രവർത്തനത്തെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനത്തെയും ഒരു രീതിയിലും ബാധിക്കില്ലെന്നും വക്താവുകൾ ചൂണ്ടിക്കാണിക്കുന്നു. യുക്രൈൻ പീരങ്കികളുടെയും ഡ്രോൺ ആക്രമണങ്ങളുടെയും ഭീഷണിയും ഡൈനിപ്പർ നദിയുടെ കഗോവ്ക അണക്കെട്ടിന്റെ നാശം മൂലമുണ്ടായ ജലവിതരണത്തിന്റെ തടസ്സവും കാരണം 2023 പകുതി മുതൽ പവർ പ്ലാന്റ് പ്രവർത്തനരഹിതമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ സപ്രോഷെ ന്യൂക്ലിയർ പ്ലാന്റിനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയത് യുക്രൈൻ സംഘർഷം മൂലമാണെന്നും മറ്റൊരു എക്സിക്യൂട്ടീവ് ഉത്തരവിന് കീഴിലാണ് ഉപരോധം ഏർപ്പെടുത്തിയതെന്നും അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി പറയുകയും ചെയ്തു. പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ സ്വാതന്ത്ര്യവും നീതിയുക്തമായ ജനാധിപത്യ തെരഞ്ഞെടുപ്പുകളിലും ജനാധിപത്യ സ്ഥാപനങ്ങൾക്കും എതിരെ റഷ്യ തുരങ്കം വയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ഇത്തരത്തിലുള്ള ഉപരോധമെന്നും അദ്ദേഹത്തിന്റെ വാദം. ഏറ്റവും പുതിയ അമേരിക്കൻ ഉപരോധം ഫെഡറൽ സർവീസ് ഫോർ മിലിറ്ററി ടെക്നിക്കൽ കോ ഓപ്പറേഷൻ, റഷ്യ തലസ്ഥാനമായ മെക്സിക്കോയ്ക്ക് പുറത്ത് പാട്രിയാക് പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന പാട്രിക് എക്സിബിഷൻ സെന്റർ എന്നിവയെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്നും അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി വെളിപ്പെടുത്തി. ബുധനാഴ്ച ഉപരോധത്തെ പട്ടികയിൽ ചേർത്ത 16 വ്യക്തികളിൽ 14 പേർ റഷ്യൻ പൗരന്മാരും ഒരാൾ ജർമ്മനിയിൽ താമസിക്കുന്ന ചൈനീസ് പൗരനും മറ്റൊരാൾ തുർക്കിക്കാരനുമാണ്. വെട്ടിപ്പ് ആരോപിച്ച് നിരവധി ചൈനീസ്, ടർക്കിഷ്, എമിറേറ്റി കമ്പനികൾ, കിർഗിസ് ബാങ്കുകൾ എന്നിവയെയും അമേരിക്ക കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം മൂന്നാം കക്ഷികൾ റഷ്യയുമായി എന്തെങ്കിലും ഇടപാട് നടത്തിയാൽ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് ഭീഷണിപ്പെടുത്തി ആഗോളതലത്തിലുള്ള നിരവധി കമ്പനികളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ അമേരിക്ക ശ്രമിക്കുന്നതായുള്ള ആരോപണവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ അമേരിക്കയും സഖ്യകക്ഷികളും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നിയമവിരുദ്ധമാണെന്ന് റഷ്യ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു.